നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 100 സമ്പന്നരിൽ ഒരാളായി ലിസ്റ്റിൽ ഇടം പിടിച്ച നരേഷ് ഗോയൽ താൻ കെട്ടിപ്പടുത്ത ജെറ്റ് എയർവേസ് എന്ന വിമാന കമ്പനി പിന്നീട് അടച്ചുപൂട്ടുന്നതും നരേഷ് ഗോയൽ എന്ന വൻ വ്യവസായി അഴിക്കുള്ളിലേക്ക് പോകുന്നതും ഇന്ത്യ കണ്ടു. ടിക്കറ്റ് ഏജന്റിൽ നിന്ന് വലിയൊരു വിമാന കമ്പനിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച, ആ വളർച്ചയിൽ പല കൊടും ക്രൂരതകളും നരേഷ് ഗോയൽ തന്റെ ജീവിതത്തിൽ കാട്ടിയോ? ഒടുവിൽ അതിദയനീയമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അർബുദബാധിതനായിരുന്നു നരേഷ് ഗോയൽ. അദ്ദേഹത്തിന്റെ ഭാര്യ അനിത ഗോയലും അർബുദബാധിത. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് മുംബൈയിലെ ആശുപത്രിയിൽ വെച്ച് നരേഷ് ഗോയലിന്റെ ഭാര്യ അനിത ഗോയൽ മരിച്ചു. അനിതയുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകാലമായി തീർത്തും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന നരേഷ് ഗോയലിനെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു കോടതി. 2 മാസത്തേക്കാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു നരേഷ് ഗോയൽ അറസ്റ്റിലായത്. ജെറ്റ് എയർവേസും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും തമ്മിലുള്ള പ്രൊഫഷണൽ മത്സരത്തിന്റെ രക്തസാക്ഷിയാണ് തക്യുദ്ദീൻ എന്ന് അക്കാലത്ത് പരസ്യമായി പലരും വിളിച്ചു പറഞ്ഞിരുന്നു. 2005-ൽ ഫോബ്സ് മാസിക ഇന്ത്യയിലെ 16-ാമത്തെ സമ്പന്നനായി പ്രഖ്യാപിച്ച നരേഷ് ഗോയൽ, ജെറ്റ് എയർവേസ് സ്ഥാപകനും ചെയർമാനുമായിരുന്ന നരേഷ് ഗോയൽ മുംബൈ ആർദർ റോഡ് സെൻട്രൽ ജയിലിൽ തടവുകാരനായി കഴിഞ്ഞപ്പോൾ ഒട്ടനവധി വാർത്തകളാണ് പുറത്തുവന്നത്. ഒരിക്കൽ ഇന്ത്യയുടെയും ഇന്ത്യക്ക് പുറത്തുള്ള ആകാശാതിർത്തികളെയും വിസ്മയിപ്പിച്ച വിമാന കമ്പനിയുടെ ഉടമസ്ഥൻ. ജെറ്റ് എയർവേസിന്റെ ഈ മേധാവി പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് കോടതിയോടൊരിക്കൽ കൈകൂപ്പി യാചിച്ചു, എനിക്കിപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. കോടതിയിൽ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഗോയലിന്റെ വികാര നിർഭരമായ ഈ വിലാപം. ജഡ്ജി MG ദേശപാണ്ഡയ്ക്ക് മുന്നിൽ അദ്ദേഹം കൈകൂപ്പി നിറകണ്ണുകളോടെയാണ് അദ്ദേഹം നിലവിലെ സ്ഥിതി വിവരിച്ചത്. അർബുദ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കാണണം. തന്റെ ആരോഗ്യസ്ഥിതി തികച്ചും അപകടകരമാണ്. ഭാര്യയുടെയും ഏക മകളുടെയും അവസ്ഥ തികച്ചും മോശപ്പെട്ട അന്തരീക്ഷത്തിലാണ് എന്ന് അദ്ദേഹം കോടതിയോട് പറഞ്ഞു. തന്നെ സഹായിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർക്ക് പോലും പരിമിതികളുണ്ട്. കാൽമുട്ടുകൾ നീരുവന്ന് വീർത്തിരിക്കുന്നു. വേദന കൊണ്ട് ഒന്ന് മടക്കാൻ പോലും കഴിയുന്നില്ല. മൂത്രമൊഴിക്കുമ്പോൾ കലശലായ വേദന. ചില സമയത്ത് മൂത്രത്തിനൊപ്പം രക്തവും വരുന്നു. JJ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ജയിൽ ഉദ്യോഗസ്ഥരുടെ ജോലി സൗകര്യം കണക്കിലെടുത്ത് സഹതടവുകാർക്കൊപ്പമാണ് ആശുപത്രിയിലേക്കും തിരിച്ചുമൊക്കെ കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് കാരണം ആവശ്യമുള്ള സമയത്ത് തനിക്ക് ഡോക്ടറെ പോലും കാണാൻ കഴിയുന്നില്ല. എൻ്റെ ആരോഗ്യത്തെ ഇതൊക്കെ മോശമായി ബാധിക്കുന്നു. മരണമാണ് തനിക്ക് നല്ലത് എന്ന് കൈകൂപ്പി വിറയാർന്ന ചുണ്ടുകളോടെ കോടതിക്ക് മുൻപാകെ നരേഷ് ഗോയൽ. കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട 538 കോടിയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു നരേഷ് ഗോയലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത്. നരേഷ് ഗോയലിന്റെ പ്രശ്നങ്ങൾ താൻ വിശദമായി പഠിച്ചുവെന്നും അദ്ദേഹം സംസാരിച്ചപ്പോൾ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നും MG ദേശപാണ്ഡെ കോടതി രേഖകളിൽ കുറിച്ചു. മാനസികമായും ശാരീരികമായും എല്ലാ തലത്തിലുമുള്ള ചികിത്സാ സഹായങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തണമെന്ന് ജഡ്ജിയുടെ വാക്കുകൾ. ഇന്ത്യയുടെ ട്രാവൽ രംഗത്ത് ഒരു കാലത്ത് മുടിചൂടാ മന്നനായ നരേഷ് ഗോയലിന്റെ പിന്നീടുള്ള അവസ്ഥയാണിത്. എത്ര അതിസമ്പന്നന്മാർക്കും വിധി കാത്തുവച്ചിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. തക്യുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തിന് പിന്നിൽ നരേഷ് ഗോയലിന്റെ ഇടപെടലുകളുണ്ട് എന്ന് ഉച്ചത്തിൽ പറഞ്ഞവർ ഒട്ടനവധി പേരാണ്. പഞ്ചാബിലെ സൻഗ്രൂരിൽ ജനിച്ച നരേഷ് ഗോയൽ ഇല്ലായ്മയുടെ ബാല്യത്തിലൂടെയാണ് കടന്നുവന്നത്. ആഭരണ വ്യാപാരിയായിരുന്നു അച്ഛൻ. സുരേഷിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചു. പിന്നീട് അനാഥത്വം, ഏറെ ക്ലേശങ്ങൾ സഹിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നത്. കടം കയറി വീട് ലേലത്തിൽ നഷ്ടപ്പെട്ടു. പഠിക്കാൻ മിടുക്കനായ നരേഷ് ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ട് കോളേജിൽ ചേർന്നു. പട്യാല ബിക്രം കോളേജിൽ നിന്ന് BCom ബിരുദവുമായി അദ്ദേഹം മുംബൈയിലെത്തി. 1967-ൽ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിക്ക് കയറുന്നു. വിദേശ എയർലൈൻസുകളുമായി ബന്ധപ്പെടാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗൾഫ് എന്ന വസന്തം വിരിഞ്ഞു വരുന്ന കാലഘട്ടം. ഗൾഫിന്റെ പർദീസയിലേക്ക് കടന്നുപോകുന്നവരും തിരികെ വരുന്നവരും, അതുകൊണ്ട് തന്നെ എയർലൈൻസ് മേഖല ഏറെ വളർന്നു വരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒടുവിൽ ഇറാഖി എയർലൈൻസിന്റെ PRO ആയി നരേഷ് ഗോയലിന്റെ വളർച്ച. ജോർദാനിയൻ എയർലൈൻസുമായും മിഡിൽ ഈസ്റ്റ് എയർലൈൻസുമായും അദ്ദേഹം ബിസിനസ് ബന്ധങ്ങളുണ്ടാക്കി. ട്രാവൽ രംഗത്ത് കുതിച്ചുകയറ്റം എന്ന് വിശേഷിപ്പിക്കാം.
1974 സ്വന്തമായ എയർലൈൻ എന്ന സ്വപ്നം അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. അന്ന് പിറവിയെടുത്ത ജെറ്റ് എയർവേസ് പിന്നീട് വളരെ വേഗം ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ യശസ് നേടി. തുടർന്ന് 2 പതിറ്റാണ്ടുകളാണ് വ്യോമയാന മേഖലയിൽ ജെറ്റ് എയർവേസ് തിളങ്ങി നിന്നത്. ഡൽഹിയിൽ ഒരു ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നരേഷ് ഗോയൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെയാണ് ജെറ്റ് എയർവേസ് എന്ന തന്റെ വിമാന കമ്പനിക്ക് രൂപം കൊടുത്തത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയുടെ ഉടമ ഒരു മലയാളിയായിരുന്നു. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ തക്യുദ്ദീൻ വാഹിദ് അന്ന് മുംബൈയിൽ ഏറെ പ്രശസ്തനും. ഗൾഫ് നാടുകളിലേക്ക് മലയാളികളുടെ ഒഴുക്ക് ശക്തമായ കാലഘട്ടം. ഗൾഫ് മോഹങ്ങളോടെ ബോംബെയിലെത്തിയവരെ പിഴിയാൻ മലയാളികൾ ഉൾപ്പെടെ വലിയൊരു സംഘം അവിടെ എപ്പോഴും നിലനിന്നിരുന്നു. എന്നാൽ സാധാരണക്കാരായ മലയാളികൾക്ക് സഹായവുമായി ഷിഹാബുദ്ദീൻ, നാസർ, തക്യുദ്ദീൻ വാഹിദ് എന്നീ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി, ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽ ആൻഡ് ട്രേഡ് ലിങ്ക്സ്. മാന്യമായ നിരക്കിൽ മലയാളികൾക്ക് ടിക്കറ്റ് നൽകാൻ അവർ തയ്യാറായതോടെ മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യ മുഴുവൻ അവരെ സ്നേഹിച്ചു. ആഗോളവൽക്കരണത്തിന്റെ തുടക്കനാളുകളിൽ അന്ന് ഇന്ത്യയിൽ ആഭ്യന്തര വിമാന സർവീസ് നടത്താൻ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും മാത്രം. ഈ കാലഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യ വിമാന കമ്പനികൾക്ക് ലൈസൻസ് നൽകാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ആദ്യം ലൈസൻസ് കിട്ടിയ കമ്പനികളിൽ ഒന്ന് തക്യുദ്ദീൻ വാഹിദ് എന്ന മലയാളിയുടേത്. തക്യുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തെക്കുറിച്ച് മലയാളി പത്രപ്രവർത്തകനായ ജോസി ജോസഫ് തന്റെ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നരേഷ് ഗോയൽ ദാവൂദിന്റെ ആളുകളെ ഉപയോഗിച്ച് തക്യുദ്ദീനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോസി ജോസഫ് തെളിവ് സഹിതം ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. 1995 നവംബർ 13 രാത്രി 9:30 ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ ഉടമ തക്യുദ്ദീൻ വാഹിദ് മുംബൈ ബാന്ദ്രെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ കൊല്ലപ്പെടുന്നത്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തക്യുദ്ദീനെ ദാവൂദിന്റെ എതിർവിഭാഗമായ ഛോട്ടാ രാജൻ സംഘം കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കഥ. രാജ്യത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യവസായിയുടെ മരണം സാധാരണ കൊലക്കേസിന് നൽകുന്ന പ്രാധാന്യം പോലും നൽകാതെ പോലീസ് നിസ്സംഗതയോടെ അവഗണിച്ചു. തക്യുദ്ദീന്റെ ഭാര്യയുടെയോ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ മറ്റു ഡയറക്ടർമാരായ തക്യുദ്ദീന്റെ സഹോദരന്മാരുടെയോ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് മിനക്കെട്ടില്ല. ഛോട്ടാ രാജന്റെ സഹായത്തോടെ അന്ന് തക്യുദ്ദീനെ വകവരുത്തിയതിന് പിന്നിൽ ട്രാവൽ ബിസിനസ്സിലെ കുടിപ്പകയായിരുന്നു എന്ന് ജോസി ജോസഫ് തുറന്നെഴുതി. ജെറ്റ് എയർവേസും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും തമ്മിലുള്ള പ്രൊഫഷണൽ മത്സരത്തിന്റെ രക്തസാക്ഷിയാണ് തക്യുദ്ദീൻ വാഹിദ്. അങ്ങനെ വർക്കല കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന സാധാരണക്കാരന്റെ മക്കൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വകാര്യ എയർലൈൻസ് വിമാന കമ്പനിക്ക് തുടക്കമിടുകയും മുംബൈയിലെ അസൂയാലുക്കളും അസഹിഷ്ണുക്കളുമായ മുതലാളിമാരുടെയും നേതാക്കളുടെയും മാഫിയ ആ എയർലൈൻ്റെ അധിപനെ വെടിവച്ചിട്ട് കമ്പനിയെ പാപ്പരാക്കുകയും ചെയ്ത ക്രൂര സംഭവം. ഒടുവിൽ 3 പതിറ്റാണ്ടുകളിൽ എത്തി നിൽക്കുമ്പോൾ തക്യുദ്ദീൻ, താഹ, ഫൈസൽ സഹോദരന്മാരുടെയും ബാംഗ്ലൂരിൽ ട്രാവൽ ബിസിനസ് നടത്തുന്ന മിസ്സിസ് സജിന തക്യുദ്ദീൻ്റെയും ജീവിത സ്വപ്നങ്ങൾ ചാമ്പലാക്കിയതിനു പിന്നിലെ ദുശക്തികളെക്കുറിച്ചുള്ള കഥകൾ കൂടുതൽ ശക്തിയോടെ പുറത്തേക്ക് വന്നു. തക്യുദ്ദീൻ്റെ അതിക്രൂരമായ അന്ത്യത്തിന് അദൃശ്യമായെങ്കിലും സഹായം ചെയ്തത് നരേഷ് ഗോയൽ തന്നെയെന്ന് ലോകം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ നാളുകൾ. അതേ നരേഷ് ഗോയൽ പിന്നീട് തടവറയിലേക്ക് പോകുന്നതും അർബുദ രോഗം ബാധിച്ച് വിധിയോട് പൊരുതുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അന്ത്യം വേദനയുണ്ടാക്കുന്നുവെങ്കിലും ഇക്കഥകൾ കൂടി നമുക്ക് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ഇതൊക്കെ പ്രകൃതിയുടെ കാവ്യനീതിയോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.